CPM പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയുയരും. പാർട്ടിയുടെ ബലഹീനതകൾ അക്കമിട്ട് നിരത്തിയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചും സംഘടനാ റിപ്പോർട്ട്. വനിതാ പ്രാതിനിധ്യം കൂട്ടണം, അടിസ്ഥാന വർഗത്തിലേക്ക് ആഴ്ന്നിറങ്ങണം, വർദ്ധിച്ചുവരുന്ന ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അതേസമയം പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്ന് KK ശൈലജയെയും CS സുജാതയെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. EP ജയരാജന് TM തോമസ് ഐസക്കോ എത്താനുള്ള സാധ്യതയും ഉണ്ട്. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ മധുരയിൽ നിന്നും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മധുരയിലെ വിശേഷങ്ങൾ ഒട്ടും ചോരാതെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനായി ഉത്തരവാദിത്വത്തോടെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം അവിടെയുണ്ട്. അതിന്റെ ഭാഗമായാണ് കണ്ണൻ നായർ രാവിലെ ഒപ്പം ചേരുന്നത്. റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചല്ലോ. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കണ്ണൻ? ഈ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ സാധാരണ അവരുടെ സ്വയം വിമർശനമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടാകും. അതിന് സമാനമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. സംഘടനാ റിപ്പോർട്ട് BB രാഘവലുവാണ് അവതരിപ്പിക്കുക. ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് CPM-ന്റെ PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ്. അതിൽ പ്രധാനമായും പറയുന്നത് CPM-നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടിയിലെ വനിതാ പ്രാതിനിധ്യം കൂട്ടണം, പാർട്ടി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇടയിലേക്ക് പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു മികച്ച പ്രവർത്തനം പാർട്ടിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. പാർട്ടി കമ്മിറ്റികൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആവശ്യവും റിപ്പോർട്ടിലുണ്ട്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ വിമർശനമായി പറയുന്നത് പാർട്ടി വിദ്യാഭ്യാസം നേതാക്കന്മാരിലും അണികളിലും വളരെ കുറഞ്ഞു എന്ന ഒരു സാഹചര്യമാണ്. പാർട്ടി വിദ്യാഭ്യാസം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം. രാജ്യത്ത് വരുന്ന വലിയ വർഗീയത, രാഷ്ട്രീയമായിട്ടുള്ള ഹിന്ദുത്വ വർഗീയതയെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഹിന്ദുത്വ വർഗീയതയാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കാൻ CPM-ന് മാത്രമാണ് സാധിക്കുക. കോൺഗ്രസ് പോലും പല സമയങ്ങളിലും മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ KK ശൈലജ, CS സുജാത തുടങ്ങിയവരെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 പേരാണ് ഒഴിയുക. അത് പ്രായപരിധിയാണ് ഏറ്റവും പ്രധാന ഘടകം. അതിൽ പ്രകാശ് കാരട്ടുണ്ട്, വൃന്ദ കാരട്ടുണ്ട്, സുഭാഷിണി അരി അടക്കമുള്ള ആൾക്കാരുണ്ട്. അതായത് 2 വനിതകൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയും. അത് ആ സ്ഥലത്തേക്ക് 2 വനിതകൾ വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആണ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ വരുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിൽ എടുത്തു പറയുന്ന ആദ്യത്തെ പേര് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയുടേതാണ്. ഇപ്പോൾ അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ KK ശൈലജയ്ക്ക് ആദ്യം ശരി കണ്ണൻ.